സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണ് സംഭവിച്ചത്? കേരള സർവകലാശാലയിലെ കഴിഞ്ഞ ജൂൺ മാസം 25-ാം തീയതി സെനറ്റ് ഹാളിൽ നടന്ന സംഭവത്തെ തുടർന്ന് കേരള സർവകലാശാലയുടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ സസ്പെൻഷനെതിരെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ കേരള ഹൈക്കോടതിയിലെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് നാളെ വീണ്ടും പരിഗണിക്കുന്ന സമയത്ത് അതിലെ കക്ഷി എന്നുള്ള നിലയിൽ സിൻഡിക്കേറ്റിന്റെ വസ്തുതാ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ള ഒരു അജണ്ട നിശ്ചയിച്ചിട്ടാണ് ഇന്ന് യോഗം ചേർന്നത്. ആ അജണ്ട അനുസരിച്ച് യോഗം നിശ്ചിത സമയത്ത് ചേരാൻ തുടങ്ങിയെങ്കിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിനനുവദിച്ചില്ല. അജണ്ടയ്ക്ക് പുറമെ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും യോഗം ചില ബഹളം ഉണ്ടാക്കുകയും ചെയ്യുകയുണ്ടായത്. എന്നാൽ ഈ ഹൈക്കോടതിയിലെ പരിഗണനയിലുള്ള കേസിൽ വസ്തുതാ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് അതൊരു നിയമപരമായ സിൻഡിക്കേറ്റിന്റെ ബാധ്യതയായതിനാൽ ആ അജണ്ടയില് തീരുമാനം എടുക്കണം എന്ന് ആവർത്തിച്ച് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടു. ഞങ്ങളും അങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോ ആ ആവശ്യത്തോട് യോജിക്കാതെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ അതായത് സസ്പെൻഷൻ റദ്ദു ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഇടതു സിൻഡിക്കേറ്റങ്ങൾ പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അത് നമുക്ക് കഴിയില്ല. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അപ്പൊ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അത് അജണ്ടയ്ക്ക് പുറത്തുള്ള ഒരു ഐറ്റവുമാണ്. അങ്ങനെ ആവർത്തിച്ച് ബഹളം ഉണ്ടാകുന്ന സമയത്ത് 2-2.5 മണിക്കൂർ ഈ ബഹളം തുടർന്ന സമയത്ത് അധ്യക്ഷ സ്ഥാനത്തിരുന്ന ബഹുമാനപ്പെട്ട VC യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തുപോയി. ഞങ്ങളും യോഗം അവസാനിപ്പിച്ച് പുറത്തു പോവുകയാണ്. യോഗം വൈൻഡപ്പ് ചെയ്താണ് VC പോയത്. യോഗം ഡിസോൾവ് ചെയ്തു എന്ന് യോഗത്തിൽ അധ്യക്ഷ വൈൻഡപ്പ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് റിസോൾവ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VC ചേംബറിലേക്ക് പോയത്. അതിനുശേഷം ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവര് എന്തോ തീരുമാനം എടുത്തതായിട്ടൊക്കെ പുറത്ത് മാധ്യമങ്ങളിൽ കൂടി പറയുന്നുണ്ട്. പക്ഷെ ആ യോഗത്തിൽ അത്തരം ഒരു യോഗത്തിന് പ്രസക്തിയില്ല. യോഗം വിളിച്ചത് ഒരു പ്രത്യേക അജണ്ട പ്രകാരമാണ്. ആ അജണ്ട പ്രകാരം ചർച്ച ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ യോഗം പിരിച്ചുവിട്ടതായിട്ട് വൈസ് ചാൻസലർ പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കിയുള്ള അംഗങ്ങളോട് ചേർന്നിരുന്നിട്ട് യോഗം ചേർന്നു എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതല്ല. മാത്രമല്ല പിന്നീട് അങ്ങനെ ഒരു യോഗം ചേരണമെങ്കിൽ പ്രത്യേകം അജണ്ട വെച്ച് വീണ്ടും ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് വേണം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ. യഥാർത്ഥത്തിൽ ആ യോഗത്തിന് യാതൊരു നിയമസാധ്യതയും ഇല്ല. ആ യോഗം ഡിസോൾവ് ചെയ്തല്ല VC പോയത്, അതിനിടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. സ്റ്റാറ്റ്യൂട്ടിൽ ഇത് ഇടയ്ക്ക് വെച്ച് അധ്യക്ഷ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു ക്ലോസ് സ്റ്റാറ്റ്യൂട്ടിലുണ്ട് എന്നാണ് ഇടതുപക്ഷ അംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിയമസാധ്യതയുണ്ട് എന്നവർ പറയുന്നു. യാതൊരു നിയമസാധ്യതയില്ല. അധ്യക്ഷ സ്ഥാനത്തിരുന്ന VC അജണ്ടയിലേക്ക് ചർച്ച ചെയ്യാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴും തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ 2-2.5 മണിക്കൂറിന് ശേഷം യോഗം ഡിസോൾവ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ച് പുറത്തു പോവുകയായിരുന്നു. പിന്നീട് അവിടെ കൂടിയിരുന്ന അംഗങ്ങൾ യോഗം ചേരുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ യോഗമാണ്. അങ്ങനെ ഒരു യോഗം ചേരണമെങ്കിൽ അജണ്ട വെച്ച് യോഗം വിളിക്കണം. അങ്ങനെ ഒരു അജണ്ട വെച്ച് യോഗം വിളിച്ചിട്ടില്ല. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VC ചേംബറിലേക്ക് പോയി. VC ചേംബറിലേക്ക് പോയ സമയത്ത് ബാക്കിയുള്ളവരോട് ചേർന്നിരുന്ന യോഗമാണെന്ന് പറഞ്ഞാൽ അതെന്ത് യോഗമാ? അങ്ങനെ ഒരു യോഗം ചേരാനുള്ള റൈറ്റ് ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധമായിട്ട് അവർ അവകാശപ്പെടുകയാണ്. ശരി, നന്ദി ശ്രീ ഗോപകുമാർ പ്രതികരിച്ചതിന്. സൈഫ് തുടരുന്നുണ്ട്. സൈഫ്, ഇതിനകത്ത് BJP സെനറ്റ് അംഗമാണ്. അദ്ദേഹം സൂചിപ്പിക്കുന്നതും അത് ഡിസോൾവ് ചെയ്തിട്ടാണ് VC പോയതെന്നാണ്. അങ്ങനെ വരുമ്പോൾ VCക്കും അതിനകത്ത് സംസാരിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോടതിയിലെത്തുമ്പോൾ VC ഇത് ഡിസോൾവ് ചെയ്ത് വൈൻഡപ്പ് ചെയ്ത് പോയൊരു യോഗത്തിൽ പിന്നീട് തുടരണമെന്നുണ്ടെങ്കിൽ അജണ്ട റീസെറ്റ് ചെയ്യണം. അതൊന്നുമില്ലാത്തൊരു യോഗത്തിൽ എടുത്ത തീരുമാനം അതിനു നിയമസാധുതയില്ല എന്ന ഒരു സ്റ്റാൻഡ് VCയും സൂചിപ്പിക്കുമ്പോൾ ഇത് കുറെ കൂടി സങ്കീർണമാവുന്നു. കോടതിക്ക് എന്ത് സ്റ്റാൻഡ് എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിനകത്ത് നിയമപരമായ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ BJPയുടെ സിൻഡിക്കേറ്റ് അംഗം ചൂണ്ടിക്കാണിച്ചതിൽ ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാളെ നിയമിക്കുന്ന അയാൾക്കാണ് ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അതിനകത്ത് അയാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം. അതിന് ഉദാഹരണമായി എനിക്ക് പറയാൻ കഴിയുക, ഇപ്പോൾ CPMന്റെ ഒരു ബ്രാഞ്ച് അംഗം, ആ ബ്രാഞ്ച് അംഗത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം, ആ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര വല്ല പദവിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ കമ്മിറ്റിക്ക് മാത്രമേ പറ്റൂ. സിൻഡിക്കേറ്റ് അംഗം CPM പ്രതിനിധി അഡ്വക്കേറ്റ് G മുരളീധരൻ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് G മുരളീധരൻ, ആ യോഗം പൂർണ്ണമായും ഡിസോൾവ് ചെയ്ത് വൈൻഡപ്പ് ചെയ്തിട്ടാണോ VC പോയത്? അതല്ല ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവുകയാണോ ചെയ്തത്? അല്ല, ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. VCയും 2 സിൻഡിക്കേറ്റ് അംഗങ്ങളും. അതായത് ഇത് ഈ തിങ്കളാഴ്ച
ഈ നടപടിയുമായി ബന്ധപ്പെട്ട് സർവകലാശാലയുടെ ഭാഗം എന്ത് ആണ് കോടതി പറയേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ്. ആ അർത്ഥത്തിലാണ് സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചു ചേർത്തത്. വി സിക്ക് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സിൻഡിക്കേറ്റിനാണ് കോടതിയിൽ സർവകലാശാലയുടെ നിലപാട് പറയാനുള്ള നിയമപരമായ അവകാശം. അത് സിൻഡിക്കേറ്റ് വിനിയോഗിച്ചു, അതേ ഉള്ളൂ. അതായത് ആക്ടും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്ത് കേരള സർവകലാശാല രജിസ്ട്രാർ ആയിരുന്ന ഡോക്ടർ KS അനിൽകുമാറിനെ നിയമവിരുദ്ധമായ നടപടി എടുത്ത പഴയ വി സിയുടെ തീരുമാനത്തെ തിരുത്തി സിൻഡിക്കേറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത് കോടതി അറിയിക്കും. എന്ന് വെച്ചാൽ നിയമനാധികാരി സിൻഡിക്കേറ്റ് ആണ്. നാളെ കോടതിയിൽ ഒരു തീരുമാനം പറയേണ്ടതും സിൻഡിക്കേറ്റ് ആണ്. ആ നിർണായകമായ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ വി സി പോകാമായിരുന്നുള്ളൂ. അതെടുക്കാതെ ഇടയ്ക്ക് വെച്ച് ഈ 2 അംഗങ്ങളെയും കൂട്ടിപ്പോയത് അത് എന്തിന്റെ പുറത്തായിരിക്കും? അതിന്റെ ഒരു ലക്ഷ്യം എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കും? ഈ 2 അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് വി സി ഇറങ്ങിപ്പോയത്. വി സിക്ക് അവിടെ ഇരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതെ, അല്ല, സ്വാഭാവികമായി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വി സി എടുക്കുമ്പോൾ 2 അംഗങ്ങൾ എടുക്കുമ്പോൾ അവർക്കൊരു ഇതിനകത്തൊരു തുടർ ഒരു സംഗതി ആസൂത്രണം ചെയ്തിട്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്. അതെന്തായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്? ഒന്നും ആസൂത്രണം ചെയ്യാനില്ല. കാരണം സർവകലാശാല സിൻഡിക്കേറ്റ് ആയാലും വി സി ആയാലും രജിസ്ട്രാർ ആയാലും ആരായാലും അവിടെ ഒരു നിയമം ഉണ്ടല്ലോ. ആ നിയമത്തിനുള്ളിൽ നിന്നല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടല്ലേ തീരുമാനം എടുത്തുള്ളൂ സിൻഡിക്കേറ്റ്. അത് കോടതി അറിയിക്കും. വി സി പോയതിനു ശേഷം നിങ്ങൾ അവിടെ യോഗം തുടരുന്നു. പിന്നെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് നടപടി റദ്ദ് ചെയ്യുന്നു. അതിന് നിയമസാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അത് കോടതിയിൽ നിൽക്കുകയും ചെയ്യും? എങ്ങനെയാണ് ആ യോഗം തുടരാൻ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് 1977 ചാപ്റ്റർ 6 സ്റ്റാറ്റ്യൂട്ട് 1 ക്ലോസ് 2 പ്രകാരം സിൻഡിക്കേറ്റ് എങ്ങനെയാണ് നടക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് സ്റ്റാറ്റ്യൂട്ടിൽ പറയുകയാണ്. ആ 2-ൽ പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് VC ഓർ PVC, ആ യോഗത്തിൽ ഇവർ രണ്ടിന്റെയും അസാന്നിധ്യത്തിൽ ആ യോഗത്തിലുള്ള ഒരു അംഗത്തെ തെരഞ്ഞെടുത്ത് ചെയർ ചെയ്ത് യോഗം തുടരാം. അതനുസരിച്ച് തന്നെയാണ് യോഗം തുടർന്നത്. VC ഇറങ്ങിപ്പോയത് നിങ്ങളുടെ ഈ തീരുമാനം, ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. അത് ഞാൻ പറഞ്ഞത്, സിൻഡിക്കേറ്റിനുള്ള അധികാരം വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നടപടിയെടുത്തു. അത് തുടർന്ന് വരുന്ന സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്ത് അംഗീകാരം മേടിക്കണമെന്ന് ആ പ്രത്യേക അധികാരം പറയുന്ന സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇന്നത് അവിടെ റിപ്പോർട്ട് ചെയ്തു, ഞങ്ങൾക്കെല്ലാം സർക്കുലേറ്റ് ചെയ്തു. ഞങ്ങളത് വായിച്ചു നോക്കിയിട്ട് ചർച്ച ചെയ്തപ്പോ ഇതിനെ സംബന്ധിച്ച് കോടതിയിൽ ഒരു റെസ്പോണ്ടന്റ് എന്ന നിലയിൽ സിൻഡിക്കേറ്റ് ഇന്നതാണ് പറയേണ്ടതെന്ന് തീരുമാനിച്ചു. അതേ ഉള്ളൂ. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ നാളെ ഈ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ നാളെ മുതൽ രജിസ്ട്രാർക്ക് സർവകലാശാലയിലേക്ക് വരാം, അതോ ഈ ഹൈക്കോടതിയുടെ ഒരു നിലപാട് കാത്തിരിക്കേണ്ടതുണ്ടോ? അതെ, ഇവിടെ പെറ്റീഷണർ ആണല്ലോ പോയിരിക്കുന്നത് ഹൈക്കോടതിയിൽ. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് സസ്പെൻഷൻ വിഡ്രോ ചെയ്തുകൊണ്ടുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന്.